ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ മഴയോ മഴ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മഴയുടെ ഒരു പാട്ട് പഠിച്ചായിരുന്നു. പിന്നെ കുട എങ്ങനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ മഴച്ചൊല്ലുകളും ഒക്കെ പിന്നെ ഒരു മഴ അനുഭവമൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. ഇന്നിതാ നോക്കൂ, നമുക്ക് നോക്കാം എന്താണ് മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. ആര്? മഴത്തുള്ളി. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. ഇപ്പൊ മഴയുടെ ആ ഒരു ഇത് പറയുന്നതാണ്. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അപ്പൊ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മഴത്തുള്ളി, ഒരു മഴത്തുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി തുള്ളികളായിട്ടല്ലേ വരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ചൂട് കൂടിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഞങ്ങളല്ലാതായി മാറുന്നത് പോലെ തോന്നി. ആകാശത്തേക്ക് ഞങ്ങൾ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. മേഘങ്ങളിൽ ഒളിച്ചു. അപ്പോഴാണ് എന്തോന്നാണ് ഠേ ഠേ ഠോ ഠോ സൗണ്ട്. അതെന്തോ ആയിരിക്കും? ഇടിമിന്നലിന്റെ, ഇടി വെട്ടുന്നതിന്റെ സൗണ്ട് ആയിരിക്കും. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം വീണ്ടും തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ഒഴുകി ചാലുകൾ, തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും കടലിലേക്ക് പോയി. മഴ പെയ്യുന്നത് അങ്ങനെയാണല്ലോ. സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ വെള്ളം ഉയരുകയും നീരാവിയായി പോവുകയും അത് തണുത്താണ് മഴത്തുള്ളിയായിട്ട് വരുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മഴ കാലാവസ്ഥയാണ് അല്ലേ? മഴയും ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. കടലിൽ കളിച്ചത് ആരാണ് കളിച്ചത്? മഴത്തുള്ളി. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് മേഘങ്ങളിൽ ഒളിച്ചത്? ചൂട് സഹിക്കാൻ വയ്യാത്തത്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാണ്? ഠേ ഠോ ശബ്ദം കേട്ടിട്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? തണുപ്പ് കൂടിക്കൂടി വന്നു. ഓക്കെ, അടുത്ത് നോക്കാം. സംഭാഷണം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കുട്ടിയും മഴത്തുള്ളിയായിട്ടുള്ള. കുട്ടി ചോദിക്കാണ്, മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി പറഞ്ഞു, ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കുട്ടി അടുത്ത് എന്തായിരിക്കും ചോദിക്കുന്നത്? ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. അപ്പൊ എന്താണ്? മഴത്തുള്ളി നീ എന്തിനാ പേടിച്ചത്? അതിന്റെ ആൻസർ ആയിരിക്കും ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. അടുത്ത കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യന് മഴത്തുള്ളി പറയുന്ന ആൻസർ എഴുതാനാണ് പറഞ്ഞത്. നീ എങ്ങനെയാ മഴത്തുള്ളി താഴെ എത്തിയേ? കുട്ടി ചോദിക്കാണ്. അപ്പൊ മഴത്തുള്ളി, കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഓക്കെ, മനസ്സിലായ? എന്താണ് കുട്ടി? മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കുട്ടി, മഴത്തുള്ളി നീ എന്തിനാ പേടിച്ചത്? മഴത്തുള്ളി, ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. കുട്ടി, നീ എങ്ങനെയാ മഴത്തുള്ളി താഴെ എത്തിയേ? അപ്പൊ മഴത്തുള്ളി പറയുന്ന എന്താണ്? കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ആ ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ള സംഭാഷണം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. കണ്ടെത്താം, എഴുതാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. നമ്മുടെ നാട്ടിൽ വെള്ളം കിട്ടുന്നത് എവിടെ നിന്നൊക്കെ ഉണ്ട്? അത് നമ്മളെടുത്ത് എഴുതാൻ പറയാണ്. ഇവിടെ പുഴ മാത്രം തന്നിട്ടുണ്ട്. ബാക്കി നദികളിൽ നിന്ന് വെള്ളം, ഭാഗത്തില് വെള്ളമുണ്ട്, കിണറുകളില് മഴവെള്ളം, കുളം, അരുവി, അങ്ങനെ ഒരുപാട് ജലസ്രോതസ്സുകൾ ഉണ്ട്. ഓക്കെ, ഇത് പഠിക്കണേ. അടുത്ത് നോക്ക്. പ്രതികരിക്കാം, പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. അതായത് എന്തുവാണ് ഈ പിക്ചറിൽ കാണുന്നത്? ഒരു പുഴയിലോട്ട് വേസ്റ്റ് ഒക്കെ ഒഴുക്കി വിടുന്നത്, ആ വേസ്റ്റ് ഒക്കെ കൊത്തിപ്പറക്കാൻ കാക്ക അങ്ങനെ ഒരുപാട് ജന്തുക്കളൊക്കെ വന്നിരിക്കുന്നത്, അങ്ങനെ ആ ഒരു പുഴയെ മലിനമാക്കുന്നതാണ് നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള
പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാനാണ്. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അതേ കണക്ക് വേറെ എഴുതാൻ പറയാണ്. ഇവിടെ 3-4 ഞാൻ കൊടുത്തിട്ടുണ്ട്. ജല അമൂല്യമാണ്, അത് പാഴാക്കരുത്. 1. ജലത്തെ സംരക്ഷിക്കൂ, ഭൂമിയിൽ ജീവനെ നിലനിർത്തൂ. ജലം ജീവാമൃതം, ജലമില്ലെങ്കിൽ ജീവനും ഇല്ല. അടുത്തെന്തോന്നാണ്? ജലാശയങ്ങളെ സംരക്ഷിക്കൂ, നാളത്തെ ലോകത്തിന് പുതുജീവനേകൂ. അടുത്ത് ഓരോ തുള്ളി ജലവും നശിക്കാതെ പരിപാലിക്കാം നമ്മുടെ കുരുന്നുകൾക്കായി. ഓക്കെ, 5 ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും പോസ്റ്ററുകൾ തയ്യാറാക്കാം ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്ത് നോക്ക്. നമ്മുടെ നാട് ഒരു കവിതയാണ് നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. നമ്മുടെ കേരളത്തിന്റെ ഒരു മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളെ കേരളത്തിനെ വിശേഷിപ്പിക്കുന്നതാണ്. തെങ്ങോല പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോല പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്തു വച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. പല പച്ചകൾ ചേർത്ത് വച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. എന്താണ്? കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. അപ്പൊ മലകളുടെയും പുഴകളുടെയും ഒക്കെ നാടാണ് നമ്മുടെ കേരള നാടെന്ന് പറയാണ്. അടുത്തെന്തോന്നാണ്? തെങ്ങോല പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോല പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച. അപ്പൊ എങ്ങനെയാണ്? നെൽവയലുകൾക്ക് തത്തപ്പച്ച കളറാണ്, താഴ്വര വാഴയുടെ പച്ച കളറാണ്, കാട് കരിനീല പച്ചയാണ്, തളിരിലകളിൽ ഇളം പച്ചയാണ്. പല പച്ചകൾ ചേർത്ത് വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. പച്ച നിറത്തിലുള്ള ഒരു ചിത്രമാണ് നമ്മുടെ കേരള നാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ തന്നിട്ടുണ്ട് മലകളുള്ള നാട്, പിന്നെന്താണ്? പുഴയുടെ നാട്, പിന്നെ നീലക്കടലലയുടെ നാട്, തെങ്ങോല പീലി വിരിച്ചാടുന്ന നാട്, നെൽവയലുകൾ നിറഞ്ഞ നാട്, താഴ്വരകൾ നിറഞ്ഞ നാട്. അപ്പൊ എങ്ങനെയൊക്കെ പറയാം? കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്? മലകളുള്ള നാട്, പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, തെങ്ങോല പീലി വിരിച്ചാടുന്ന നാട്, നെൽവയലുകൾ നിറഞ്ഞ നാട്, താഴ്വരകൾ നിറഞ്ഞ നാട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നോക്കാം. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചായിരുന്നു? മഴത്തുള്ളി കഥ പറയുമ്പോൾ അത് പഠിച്ചായിരുന്നു. ഇതിലെ വ്യത്യാസമുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കണം. ഇവിടെ ധാരാളം, മഴത്തുള്ളി, അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ. സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, മേഘം, ആകാശം, പേടി, ആഞ്ഞു വീശി, ഇതൊക്കെ എഴുതി പഠിക്കുക. ഈ വാക്കുകളൊക്കെ പഠിക്കണം. തുള്ളിക്കളിക്കുക, അറിയാത്ത വാക്കുകൾ എഴുതി പഠിക്കണേ. പിന്നെന്താണ്? തണുപ്പ്, തോട്, പുഴ, കടൽ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. കടലിൽ കളിച്ചത് ആരാണ്? മഴത്തുള്ളി. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിന്? ടേ ശബ്ദം കേട്ടിട്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? തണുപ്പ് കൂടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭാഷണമാണുള്ളത്. അത് ആ കഥയെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അത് പഠിക്കണം. ഇനി എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, ഇതല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ ജലസ്രോതസ്സുകൾ അറിയാം അതൊക്കെ ഒന്ന് എഴുതി നോക്കണം. ഇതും പഠിക്കേണ്ടതാണ്.
പിന്നെ പോസ്റ്റർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റർ തയ്യാറാക്കുന്നത് ജലവുമായി ബന്ധപ്പെട്ട് ജലം മലിനമാക്കുന്നതിന്, അതായത് നമ്മൾ ജലസ്രോതസ്സുകൾ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പോസ്റ്ററുകൾ എഴുതാനാണ്. ഇവിടെ 4-5 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അത് 2-3 പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്, അതിനെക്കുറിച്ചൊരു കവിതയാണ്. അതിൽ അറിഞ്ഞിടാത്ത വാക്കുകളുണ്ടെങ്കിൽ പ്രയാസമായിട്ടുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കുക. പിന്നെ എന്താണ് ഇതിൽ, പിന്നെ ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എന്താണ്, കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. മലകളുടെ നാട്, പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, തെങ്ങോല പീലി വിരിച്ചാടുന്ന നാട്, നെൽവയലുകൾ നിറഞ്ഞ നാട്, താഴ്വരകൾ നിറഞ്ഞ നാട്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.